26 വാക്യം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 26 വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് വില കൊടുക്കും? എന്ത് മറുവില കൊടുക്കും? ഇത് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്യമാണ്. ശിഷ്യന്മാരോട് പറയുന്നതാണ്. മനുഷ്യന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് മറുവില കൊടുത്ത് നമുക്ക് അതിനെ വീണ്ടെടുക്കാൻ? ഒരിക്കലും കഴിയില്ല. നമ്മുടെ ഭൂമി പണയം വെച്ച് അത് ലേലത്തിലായിപ്പോയാലും അതിൻ്റെ പലിശയും പിഴപ്പലിശയും മുതലും കൊടുത്താൽ ആ വീടും വസ്തുവും നമുക്ക് വീണ്ടെടുക്കാം. നമ്മളെ സ്വർണ്ണപ്പണയം പണയം വെച്ചു അത് ലേലത്തിൽ പോയാലും അത് നമുക്ക് വീണ്ടെടുക്കാം. അവർ ലേല നോട്ടീസ് അയച്ചാലും അതിൻ്റെ പലിശയും പിഴപ്പലിശയും മുതലും തരാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീണ്ടെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആടുകളോ മാടുകളോ നമ്മൾ വിറ്റു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഞാൻ വിറ്റതിൻ്റെ ഇരട്ടി വില നിനക്ക് തന്ന് അത് വീണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അവിടെ തരും, നമുക്ക് വീണ്ടെടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന് വീണ്ടെടുപ്പിന്റെ മറുവില കൊടുക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പാപത്തിന്റെ അടിമയായി പിശാചിന് അടിമയായിരുന്നു. അവിടുന്ന് ദൈവം നമ്മെ മറുവിലയായി വീണ്ടെടുത്തിരിക്കുകയാണ്. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുയേശു എന്ന കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് ആ അടിമത്വത്തിൽ നിന്നും ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിലയ്ക്ക് വാങ്ങിയ മനുഷ്യൻ, അവന് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം കിട്ടി, PhD എടുത്ത് MBBS എടുത്ത് അവൻ വലിയവനായി സമ്പന്നനായി, മക്കൾ ജനിച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, നല്ല വീട് വെച്ചു, കാമ്പൗണ്ട് വാളെല്ലാം കെട്ടി, യാത്ര ചെയ്യുവാൻ 4 വീലറും 2 വീലറും 3 വീലറും ഒക്കെ കെട്ടി അത് എടുത്തു, സമ്പന്നനായി. ആലയത്തിലും പോയി, ഒന്നിനും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. മഹാസമ്പന്നനായി തീർന്നു. പക്ഷേ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനും മിടുക്കനായിരുന്നു. ചീര, ചതക്കുപ്പ ഇതിലെല്ലാം ദശാംശം കൊടുക്കുന്നവനാണ്. ആലയം പണിയുവാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനും ഒക്കെ മിടുക്കനായ ഒരു മനുഷ്യനാകുന്നു. ഇതാ അവൻ ആത്മാവിന്റെ വിലയെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി, ഇനി ഒന്നും എനിക്ക് പേടിക്കേണ്ട, എന്റെ ദൈവം നോക്കിക്കൊള്ളും, എന്റെ പേർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അവൻ ജീവിതങ്ങൾ തള്ളിവിട്ട ഒരു മനുഷ്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും അങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി, ഇനി എന്നെ കർത്താവ് നോക്കിക്കൊള്ളും, മാത്രമല്ല 2 ദൂതന്മാരെ തന്നിരിക്കുന്നു, ദൂതന്മാരെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം ആഡംബര ജീവിതമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആഡംബര ജീവിതമാണ്. വിളിച്ച ദൈവത്തെ അങ്ങ് മറന്നുപോയി, വിളിച്ച ദൈവത്തെ ഉപേക്ഷിച്ചു പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ഇതാ അവൻ മരിക്കുവാനിടയായി. അപ്പോൾ അവന്റെ സ്നേഹിതൻ പറുദീസയിൽ പോയി. ഞാനൊന്ന് വേദപുസ്തകത്തിൽ നിന്നും അല്പം ഒന്ന് ഇറങ്ങി താഴോട്ട് വരട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. നിങ്ങളതിൽ ക്ഷമിക്കണം. കർത്താവ് ഭവനം പണിയാൻ പോയി. ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പറുദീസ വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂതനാകുന്ന ഗബ്രിയേലിനെ വിളിച്ചുകൊണ്ട്, ഗബ്രിയേൽ ദൂതനെയും വിളിച്ചുകൊണ്ട് ദൈവം ഇതാ പറുദീസയിൽ വന്നു. പറുദീസയിൽ എവിടെയാണ് വന്നത്? അബ്രഹാം പിതാവിന്റെ പടിത്തിട്ടെന്ന് പറഞ്ഞ പറുദീസയിൽ യേശുവും തൻ്റെ പ്രധാനപ്പെട്ട ദൂതനാകുന്ന ഗബ്രിയേലും കൂടെ ഇങ്ങനെ വന്നിട്ട് കാണുകയാണ്, ലാസർ എന്ന് പറഞ്ഞ മനുഷ്യനെ അവിടെ കണ്ടു. ലാസറിനെ കണ്ടു. അയ്യോ, ലാസറിന്റെ അടുത്ത് കർത്താവ് പോയിട്ട് പറയണം, അല്ലയോ ലാസറേ, നീ വളരെ കഷ്ടതയിലായിരുന്നല്ലേ, കുഷ്ഠരോഗത്തിലായിരുന്നല്ലേ, നിന്നെ സഹായിക്കുവാൻ ബന്ധുക്കളില്ല, നാട്ടുകാരുമില്ലായിരുന്നു, ആ ധനവാന്റെ നായ് മാത്രം ഉണ്ടായിരുന്നു. എത്ര നല്ല നീതിമാനായ മനുഷ്യനാണ് ആ ധനവാനായ മനുഷ്യൻ, അവന് നിനക്ക് ഭക്ഷണം തന്നില്ലേ, പാർപ്പിടം തന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അവനെ ആശ്വസിപ്പിച്ചിട്ട് കർത്താവ് ചോദിച്ചു, ആ ധനവാന് ഇവിടെ ഒന്ന് വിളിക്കാമോ? കർത്താവ് ലാസർ പറഞ്ഞു, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. കർത്താവ് ഇതാ ഞാനും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ലാസറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഗബ്രിയേൽ ദൂതനും കർത്താവുമായിട്ട് അടുത്ത സെല്ലിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ അവിടെ കിടക്കുകയാണ്. യേശുവിനെയും ലാസറിനെയും
ഗബ്രിയേൽ ദൂതനെയും ഈ ധനവാൻ ദൂരെ നിന്ന് നോക്കിയിട്ട് കൂട്ടുകാരുടെ പറഞ്ഞു, കണ്ടോ യേശുവിന് എന്നോട് എത്ര സ്നേഹമുണ്ടെന്നറിയാമോ? ലാസറല്ല എന്നെ കുറിച്ച് പറഞ്ഞു, അവൻ കുഷ്ഠരോഗിയായി എൻ്റെ വീട്ടിൽ കിടന്നപ്പോൾ ഞാനാണ് അവന് ഭക്ഷണം കൊടുത്തത്, എൻ്റെ വളർത്തുനായ അവന് സഹായമായിട്ട് കൊടുത്തു. ഞാൻ എന്ത് ദാനധർമ്മങ്ങൾ ചെയ്തെന്നറിയാമോ? പള്ളിയിൽ ദശാംശം കൊടുത്തു, പാതിര കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. എൻ്റെ കർത്താവിനെ കൈവിടില്ല. കണ്ടോ അതാ വരുന്നത്, വേറെ ആരെയും നോക്കിയല്ല, എന്നെ നോക്കിയാണ് വരുന്നത്. ധനവാന്റെ അടുത്തിൽ കർത്താവ് എന്ന് ചോദിച്ചു, നീ എവനെ അതേ ശുശ്രൂഷിച്ചത് കൊണ്ട് വളരെ നന്ദിയാണ്, നീ അവനെ പാലിച്ചു, എല്ലാം നന്ദിയാണ്. പക്ഷെ നീ എന്താണ് ഈ നരകത്തിൽ വന്നത്? എത്രയോ അനാഥരെ നീ സഹായിച്ചു, എത്രയോ പേർക്ക് നീ ആശ്വാസമായിരുന്നു, എത്രയോ പേർക്ക് നീ സഹായിച്ച മനുഷ്യനാണ്. ഈ കുഷ്ഠരോഗിയാകുന്ന എൻ്റെ ലാസനാകുന്ന ഈ ലാസനെ പോലും നീ ഭക്ഷണം കൊടുത്തു, പാർപ്പിടം കൊടുത്ത്. ആമേ, എങ്കിൽ നീ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു? കർത്താവേ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരുന്നു, ഞാൻ അവിടെ വന്നപ്പോൾ ഈ നിൽക്കുന്ന ദൂതൻ പറഞ്ഞു ജീവപുസ്തകത്തിൽ പേരെഴുതി വെട്ടിക്കളഞ്ഞു. എന്താണ് പറ്റിയതിന്റെ കാരണം? കർത്താവേ, ഞങ്ങളുടെ സഭയിൽ പാസ്റ്റർമാർ വന്നു, ഗസ്റ്റ് പാസ്റ്റർമാർ വന്നു, അതേ സ്തോത്രം ചെയ്ത് പ്രവാചകന്മാർ വന്നു, എല്ലാവരും ആശ്വാസത്തിന്റെ പ്രസംഗമാണ്. കർത്താവല്ലേ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കാൻ. അതെ, അവർ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. നീ വാലല്ലാ തലയാകും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ മുഴ മാറും, നിന്റെ രോഗം മാറും, നീ പേടിക്കണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട്, നിന്റെ മക്കളോട് ഞാനുണ്ട്, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ച് ഞാൻ പട്ടുവസ്ത്രവും ധൂമ്രവസ്ത്രവും ധരിച്ച് എയർ കണ്ടീഷൻ റൂമിൽ കിടന്ന് സുഖമായി ഉറങ്ങിയ സമയത്താണ് നിന്റെ കാഹള ശബ്ദം കേട്ടത്. ഇന്നലെ ഞാൻ പള്ളിയിൽ പോയി. കർത്താവേ, ആർക്കൊക്കെ സഹായിച്ചെന്നറിയാമോ? ആർക്കൊക്കെ ഞാൻ ഉപകാരം ചെയ്യുന്നറിയാമോ? എന്റെ സഹായം ലഭിക്കാത്തവരാരുമില്ല കർത്താവേ. അല്പമൊന്ന് ഉറങ്ങിപ്പോയി, നിന്റെ കാഹള ശബ്ദം കേട്ടു, ഞാൻ കൈവിടപ്പെട്ടു പോയി ഇവിടെ വന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ നിങ്ങളോടും പറഞ്ഞിട്ടില്ലേ, സമയത്തിലും അസമയത്തിലും നിങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ, ഉണർന്നിരിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. കർത്താവും ദൂതനുമായി ലാസറുമായി എവിടെ നിന്നൊന്നോ അവിടത്തേക്ക് കടന്നുപോയി. ഈ മനുഷ്യൻ കിടന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ, എന്നെയും ദൈവമക്കളെ, ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ നന്മ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറ പുരണ്ട വസ്ത്രം പോലെയാകുന്നു. ഹല്ലേലൂയ. അതാണ് 1 പത്രോസിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് പത്രോസ് പറയുന്നു? മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം എത്ര ഭയത്തോടുകൂടി കഴിക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ല, അബ്രഹാം എന്നുള്ള ഇല്ല, മോശ എന്നുള്ള പറഞ്ഞ മുഖപക്ഷമില്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അവൻ മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നെന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവേശു എന്ന കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ഇനി നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് വരുന്നതല്ല, ഇനി മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. ഇനി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഓരോരുത്തർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതിലും തീയതിലുമാകിയാൽ അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം മരണത്തിന്റെ ക്യൂവിലാണ്. ഒരു ദിവസം നാം ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും. ഇന്നില്ലെങ്കിൽ നാളെ നമ്മുടെ ഫോട്ടോകൾ അതേ സ്തോത്രം പോസ്റ്റിൽ ഒട്ടിക്കുക, ചുവരുകളിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ പത്രത്തിൽ കടന്നു വരാ, അല്ലെങ്കിൽ പ്ലസ് ബോർഡുകൾ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ചുവരിൽ ഒട്ടിക്കുവാനിടയാക. പക്ഷേ മരിച്ചാൽ എവിടെ പോകും? സർവലോകം നേടിയാൽ നിന്റെ ജീവന് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജന? നമ്മുടെ ജീവന് വേണ്ടി, നഷ്ടപ്പെട്ട ജീവന് വേണ്ടി മറുവില കൊടുക്കുവാൻ ഇനി യേശു വരികയില്ല. ഭയത്തോടുകൂടി, അതാണ് ദൈവവചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ തന്നെ സൂക്ഷിക്കട്ടെ. ഈ ജീവിതം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്
തീയിൽ കൂടി അഗ്നിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ഭയത്തോടുകൂടി നമ്മൾ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വളരെ ഭയത്തോടുകൂടി നമ്മൾ ജീവിക്കണമെന്ന് ആമേൻ ദൈവം നമ്മോട് പറയുന്നു. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി കടന്നു വരുമ്പോൾ ദൈവമക്കളെ, നമ്മൾ എടുക്കപ്പെടുമോ? നമ്മുടെ കല്ലറകൾ തുറക്കപ്പെടുമോ? നമ്മുടെ പ്രിയപ്പെട്ടവർ വരുമോ? ദൈവസനിയെ ദൈവത്തിന്റെ പുത്രന്മാരായി, ദൈവത്തിന്റെ പുത്രിമാരായി ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമോ എന്ന് ഓരോ ദൈവമക്കള് നിങ്ങളുടെ ഉറക്കത്തിലോ ഉണർവിലോ അതുപോലും നിനച്ച് ചിന്തിക്കണം. ആ ഭയം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവസന്നിധിയിൽ മുഖപക്ഷമല്ല. നമ്മൾ നീതിമാനായിരുന്നാൽ കുറ്റം ചെയ്യുന്നവനെ ദൈവം നേരോട് വിധിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിന്റെ നേരെ ഒരു വാക്കുപോലും നിങ്ങൾ പറയരുത്. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ദുഷിക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ പറയരുത്. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധാത്മാവ് കേൾക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ. തന്റെ വാഗ്ദത്തങ്ങൾ